بسم الله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى آل محمد وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا فنعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ, കേൾക്കുന്നല്ലേ? സ്ക്രീനും കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് ഇനി ഒരുപാട് പഠനത്തിനെ പറ്റിയൊന്നും ഖുർആൻ പഠനത്തിനെ പറ്റിയൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. അൽഹംദുലില്ലാഹ് സാറ് വളരെ നന്നായി മനോഹരമായി എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി കുറെ ഓറിയന്റേഷൻ പോലെ എല്ലാം ഖുർആന്റെ പഠനത്തിന്റെ ഗൗരവം ഒക്കെ ധാരാളം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എന്നാലും ആദ്യമായി നമ്മൾ ഒന്നുകൂടെ മനസ്സിൽ നിയ്യത്ത് കരുതുക. ആദ്യം എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം നിയ്യത്താണല്ലോ, അല്ലെ? അള്ളാഹു തആലക്ക് വേണ്ടി, അല്ലെ, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒത്തുകൂടലും പഠനവും എന്നൊക്കെ എല്ലാവരും കരുതുക. പിന്നെന്താണ്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, അല്ലെ? ഏറ്റവും ഉത്തമമായ കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്, ഏറ്റവും ഹൈറായതിലേക്ക്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞിട്ടുള്ളത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലെ? ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും കാവൽ തേടണമെന്ന്. അപ്പോ അതും നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവരും ഇത് രണ്ടും ആത്മാർത്ഥമായിട്ട് പറയുക, അല്ലെ? പടച്ചവന്റെ കാരുണ്യമാണ് നമ്മളെ ഈ പഠന പദ്ധതിയിലേക്ക് എത്തിച്ചത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോ ഖുർആൻ പഠനത്തിന് എളുപ്പവഴി എന്നുള്ള സെക്ഷന്റെ ഒന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ. അത് നമുക്ക് എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയം തന്നെയാണ്, മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ലക്ഷ്യം, ഏത് കാര്യത്തിനും നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, അല്ലെ, നമുക്കതൊരു സ്വപ്നമാണ് എങ്കിൽ, അത് നേടണം എന്നുള്ളതാണ് എങ്കിൽ നമുക്ക് എന്തായിരിക്കും? നമ്മുടെ ചിന്തകളായിട്ട് മാറും. ആ സ്വപ്നം എപ്പോഴും നമ്മളെ എന്താണ് മതിച്ചുകൊണ്ടേയിരിക്കും, അല്ലെ? നമ്മളെപ്പോഴും അതിങ്ങനെ ഉത്സാഹം, അത് നമുക്ക് എന്താക്കണം, അതെങ്ങനെ നേടണം എന്ന് വേണ്ടിയിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ആ ചിന്തകൾ ക്രമേണ എന്തായിട്ട് മാറും? ആക്ഷനായിട്ട്, പ്രവൃത്തിയായിട്ട് മാറും, അല്ലെ? അപ്പൊ APJ അബ്ദുൽ കലാം പറഞ്ഞ എന്താണ്? ആ സാർ പറഞ്ഞത്, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, സ്വപ്നം എന്നുള്ളത് നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കൂല, അല്ലെ? ശരിക്കും നമ്മളെ ഡീപ്പായിട്ട് ഉറങ്ങാൻ അത് സമ്മതിക്കണം. നമ്മൾ ഉറക്കത്തിലൊക്കെ എന്താണ് നമുക്ക് ആ കാര്യം നേടണം, എന്താണ് നമ്മുടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, അത് നേടണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മളെ ഉറങ്ങാൻ, ആ സ്വപ്നം നമ്മളെ ഉറങ്ങാൻ അനുവദിക്കില്ല. അപ്പൊ സ്വപ്നം എന്നത് ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അതായിരിക്കും നമുക്കല്ലേ, നമുക്കെല്ലാം അനുഭവം അങ്ങനെയല്ലേ? എന്തെങ്കിലും നമ്മൾ ലക്ഷ്യം വെച്ചാല് നമ്മൾ അതിലേക്ക് എത്തണം എന്നുള്ള വെപ്രാളമായിരിക്കും, ആ ഒരു ചിന്തയും. പിന്നെ ഉറക്കത്തിലും ഊണിലും ഒക്കെ നമുക്കതായിരിക്കും ചിന്ത, അല്ലെ? അൽഹംദുലില്ലാഹ്. അതുപോലെ ഖുർആൻ പഠനം എന്നുള്ളതും നമ്മുടെ ചിന്ത, ഊണിലും ഉറക്കത്തിലും ചിന്തയിലും ഒക്കെ അതായി മാറണം. അൽഹംദുലില്ലാഹ് ബിഇദ്നില്ലാഹ് നമുക്കാകാൻ കഴിയും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടല്ലേ, നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുറച്ച് നാളുകൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്, ഒരു ബേബി സ്റ്റെപ്പാണ് നമ്മളിപ്പോ വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ഈസി ആക്കിയാണ് ഖുർആനെ നമുക്ക് അള്ളാഹു തന്നിരിക്കുന്നത്, അല്ലെ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്നാണ് അള്ളാഹു ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാൻ, അല്ലെ, ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? അത് നമുക്ക് മനസ്സിലാക്കണം, അല്ലെ? അള്ളാഹു നമ്മോട് എന്താണ് സംസാരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കണം. അള്ളാഹു തന്നെ പറഞ്ഞത് എന്താണ്? ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു, അല്ലെ? ചിന്തിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു ഈസിയാക്കി തന്നിരിക്കുന്നു എന്ന് 4 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ എന്നുള്ളതാണ്, ഹൗ, അത് എങ്ങനെ നമുക്കത് കരസ്ഥമാക്കാം എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിലൂടെ. അതിനെന്താ വേണ്ടത്? ഫസ്റ്റ് നമുക്ക് ഓപ്പൺ യുവർ ഹാർട്ട്, അല്ലെ? അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. എന്താ നിങ്ങൾ ചിന്തിക്കാതെ എന്താ ഖുർആനെ, അല്ലെന്താണ് ഹൃദയത്തെ നിങ്ങൾ പൂട്ടിയിട്ടിരിക്കുകയാണോ? അപ്പൊ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? ലോക്ക് എടുക്കണം, അല്ലെ? ആ പൂട്ടൊന്ന് തുറക്കണം, അല്ലെ? നമ്മളെ ഹൃദയത്തിൽ എന്താണ്? ഓ, നമുക്കൊന്നും പറ്റില്ല, നമുക്കൊന്നും പഠിക്കാൻ കഴിയില്ല, ഓ, ഞങ്ങൾക്ക് 65 വയസ്സായി, 70ആയി, ഓ, 50ആയി, നമുക്കിനി എങ്ങനെയാ പഠിക്കാൻ കഴിയുക? അങ്ങനെയൊക്കെയുള്ള ചിന്തയായിരിക്കല്? ഒരിക്കലും അല്ല. നമുക്ക് അത്രയും കഴിവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. 1,00,000 ബില്യൺ ന്യൂറോൺസ്, അതായത് എന്താണ് ബ്രെയിനിൽ നമുക്ക്
നമുക്ക് തന്നിട്ടുള്ളത്. അത്രയത്തില് 5% മാത്രമാണ് വിദഗ്ധരായ ഏറ്റവും സൂപ്പർ സയന്റിസ്റ്റുകൾ പോലും ആ വില്ലൻ അതിൽ വരുന്ന ഒരു 5% ബ്രെയിനിലെ അവർ ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെ? നമ്മുടെ മസ്തിഷ്കം അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ബാക്കിയെല്ലാം നമ്മൾ ഉപയോഗിക്കാതെ വെറുതെ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ഖുർആൻ പഠിക്കും തോറും, അറബി പഠിക്കും തോറും അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് അതിന്റെ മൂർച്ച കൂടുന്നാണ്. ബ്രെയിന് വല്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരിക്കലും നമുക്ക് മറവി ഉണ്ടാകില്ല എന്നാണ്, ഖുർആൻ പഠിക്കും തോറും നമുക്ക് മറവി ഉണ്ടാകില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അത്രയ്ക്കും എന്താണ്, നമുക്ക് അനുഭവമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, പഠിക്കാൻ വേണ്ടി തയ്യാറാവുക എങ്ങനെ എന്നുള്ളതാണ്, അല്ലെ? നമുക്കത് നോക്കാം. ഖുർആനിൽ ഓൾറെഡി 10% വാക്കുകളൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. സാർ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു, ഈമാൻ, ഇസ്ലാം, ദീൻ, റസൂൽ, ഇങ്ങനെ ഒത്തിരി വേർഡുകൾ നമുക്ക് ഓൾറെഡി അറിയുന്ന പദങ്ങളാണ്, അല്ലെ? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ അത് എളുപ്പ വഴിയിൽ അത് എങ്ങനെയാണ് ബാക്കിയുള്ള സെന്റൻസുമായിട്ട് കണക്ട് ചെയ്ത് വരിക എന്നുള്ളത് നമുക്ക് ഈ പഠന പദ്ധതിയിലൂടെ അൽഹംദുലില്ലാ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇത് എനിക്ക് പറ്റൂല എന്ന് നിങ്ങൾ ഒരിക്കലും ബാക്കിലോട്ട് ചിന്തിച്ചു പോകരുത്. കാരണം ശൈത്താൻ ഏറ്റവും ഇഷ്ടം എന്താണ്? നമ്മളെ അറിവിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെ? അറിവാകുന്ന പ്രകാശത്തിൽ നിന്നും നമ്മളെ തടയുക എന്നുള്ളതാണ് പിശാചിന്റെ ഡ്യൂട്ടി, അല്ലെ? അപ്പൊ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഇട്ട് തരും, പഠിക്കണ്ട, വേണ്ട വേണ്ടെന്ന് ഇങ്ങനെ പിന്നോട്ട് വലിക്കും. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത്. കാരണം അറിവ് എന്ന വെളിച്ചം നമുക്കുണ്ട് എങ്കിൽ, പ്രത്യേകിച്ചും ഖുർആന്റെ വെളിച്ചം നമുക്കുണ്ട് എങ്കിൽ ഒരിക്കലും നമ്മളെ പിശാചിന് തടുക്കാൻ കഴിയൂല. കാരണം ഇരുട്ടിലാക്കിയാൽ മാത്രമല്ല, അറിവില്ല എങ്കിലല്ലേ നമ്മളെ ഇരുട്ടിലേക്ക് തള്ളിയിടാൻ കഴിയൂ. അപ്പോൾ അത് ഒരിക്കലും പിശാചിന് കഴിയാൻ നമ്മൾ വിട്ടുകൊടുക്കരുത്, അല്ലെ? അപ്പൊ നമ്മുടെ ഏത് കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇമ്പോസിബിൾ എന്നുള്ള ഒരു കാര്യം വേണ്ടേ വേണ്ട. നമുക്ക് എല്ലാം പോസിബിൾ ആണ്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്രയ്ക്കും പഠിക്കാനുള്ള ബുദ്ധിയും ചിന്താശക്തിയും എല്ലാം തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും കഴിയൂല, ഇമ്പോസിബിൾ ആണ് എന്ന് ഒരിക്കലും നമ്മൾ പറയരുത്. നമുക്കെല്ലാം അത് പോസിബിൾ ആണ്, കേട്ടോ. ഐ കാൺ ഡു ഇറ്റ് എന്ന് പറയുന്നത് അതിൽ തന്നെ എന്താണ്, നോട്ടുള്ളത് വെട്ടിക്കളയ, അല്ലെ? ഐ ക്യാൻ ഡു ഇറ്റ്, കഴിയുമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് കരുതുക, ലക്ഷ്യം വെക്കുക. ഇൻഷാ അല്ലാഹ് ബി ഫോക്കസ്ഡ് ആയിരിക്കുക. നമ്മൾ എപ്പോഴും ഒരു കാര്യത്തിൽ ലക്ഷ്യം വെക്കുക. അതായത് ഇപ്പോ നമ്മൾ ഉദാഹരണത്തിന് സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുന്നുണ്ട്. നമ്മൾ അതിന്റെ ചുവട്ടില് വെറുതെ ഒരു പാത്രത്തിൽ അരി കൊണ്ട് വെച്ചാൽ വേവില്ല, അല്ലെ? പക്ഷെ അതേസമയം ആ സൂര്യപ്രകാശത്തില് ഒരു ലെൻസിലൂടെ ഫോക്കസ് ചെയ്ത് അതിനെ കേന്ദ്രീകരിച്ച് നമ്മൾ അതിന്റെ എനർജി മാറ്റുകയാണെങ്കിൽ അത് നമുക്ക് അരി വേവിക്കാനും കറണ്ടായിട്ട് പല പല രീതിയിലും നമുക്കത് പലതരം യൂസ്ഫുൾ ഇതായിട്ട് മാറും, എനർജി ആയിട്ട് മാറും. എന്തുകൊണ്ടാണ്? അത് ഫോക്കസ്ഡ് ആയതുകൊണ്ടാണ്. മനസ്സിലായോ? ഒന്നിലേക്ക് കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഖുർആൻ പഠനത്തിന് ഒരു എളുപ്പവഴി, ഈ പദ്ധതി കേന്ദ്രീകരിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിച്ചാൽ നമുക്ക് കാണുന്ന ഈ ഡോട്ടുകൾ ഉണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാം ഇതിലൂടെ നമുക്ക് അത് വരച്ചിട്ടില്ല. സാധാരണ നമുക്ക് ത്രികോണവും അതിൽ സ്ക്വയറും ഒക്കെ നമുക്ക് വരയ്ക്കാൻ കഴിയുമെന്നാണ് ഈ 4 ഡോട്ടുകളെ കാണിച്ചിരിക്കുന്നത്. അത് വരച്ച് കാണിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ നമുക്ക് ലക്ഷ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സുബ്ഹാനല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആത്മാർത്ഥമായിട്ട് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ തീർച്ചയായും ഈ ക്ലാസ്സുകളിലൂടെ നമുക്ക് ധാരാളം പദങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കേട്ടോ. 20 ക്ലാസ്സുകളിലൂടെ ഖുർആനിലെ 40,000 പദങ്ങൾ നമ്മൾ കരസ്ഥമാക്കും, കണ്ടോ. ഇതാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ കൈയെടുക്കാതെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ത്രികോണമല്ല, ഇതില് സ്ക്വയർ വരെ നമുക്ക് വരയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പോൾ സെഷൻ 1 നമ്മൾ പഠിക്കുമ്പോൾ തന്നെ 8500 പദങ്ങൾ സുബ്ഹാനല്ലാഹ് നമ്മൾ കരസ്ഥമാക്കും. എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫാത്തിഹയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹയെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു, ധാരാളം പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ഇതിന്റെ വിശദീകരണം വേറെ നമ്മൾ ക്ലാസ്സുകളിൽ നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരാം. ഇപ്പൊ നമുക്ക് അതിന്റെ എളുപ്പവഴി എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, എല്ലാരും റെഡിയാണല്ലോ? ബോറടിച്ചോ? ഇല്ലല്ലോ, അല്ലെ? അപ്പൊ നമുക്ക് തുടങ്ങാം. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓക്കെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ഇത്രയും ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോ അതിലേക്ക് നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് ആയ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എല്ലാരും നോക്കിയേ, സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, അല്ലെ? അഊദു, ഞാൻ അഭയം തേടുന്നു, അല്ലെ? അഊദു,
ശ്രദ്ധിച്ചോ, അലിഫ് ഹംസ ഫത്ഹ കാണുന്നുണ്ടല്ലോ. അഊദു ഞാൻ അഭയം തേടുന്നു. ഈ പഠിക്കുന്ന പദങ്ങൾ ഇനി നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഓക്കെ, അഊദു ഞാൻ അഭയം തേടുന്നു. നിങ്ങൾ എല്ലാവരും സ്വയം ഒന്ന് കേൾക്കത്തക്ക, ഭയങ്കര ഉച്ചത്തിലല്ല, സ്വയം എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. അഊദു ഞാൻ അഭയം തേടുന്നു. ബില്ലാഹി അള്ളാഹുവിനോട്. കണ്ടോ, ബി പ്ലസ് അള്ളാഹി, അതാണ് ബില്ലാഹി ആയി മാറിയത്. കണ്ടോ, ബിയെ നമുക്ക് പിരിക്കാം. അള്ളാഹു, ബി പ്ലസ് അള്ളാഹുണ് ബില്ലാഹി. ബി കൊണ്ട് നോട് എന്നൊക്കെയാണ്. അപ്പം ബില്ലാഹി, അപ്പൊ അള്ളാഹുവിനോട്. അഊദു ബില്ലാഹി ഞാൻ അഭയം തേടുന്നു അള്ളാഹുവിനോട്. എന്തിൽ നിന്നും? മിനശ്ശൈത്താനി. മിൻ ആണ് മിനയായി മാറുന്നത്. കാണുന്നുണ്ടോ എല്ലാവരും? മിൻ ആണ് മിനയായിട്ട് മാറുന്നത്. അതെങ്ങനെ? ആ ഷെയ്ത്താനുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ആ നൂന്റെ സുക്കൂന് പോയിട്ട് അത് ഫതഹാവുക. അത് നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് അത് നോക്കുക. മിൻ ആണ്, മിൻ പ്ലസ് ഷെയ്ത്താനാണ് മിനശ്ശൈത്താൻ. മിൻ പ്ലസ് അൽ പ്ലസ് ഷെയ്ത്താൻ. കാണുന്നുണ്ടോ? മിനശ്ശൈത്താനി. കണ്ടോ? അപ്പൊ ബില്ലാഹി മിനശ്ശൈത്താനി. അർറജീം, ശപിക്കപ്പെട്ട. ഉണ്ടോ? റജീം, ശപിക്കപ്പെട്ട. അപ്പൊ ആ റജീം എന്ന് പറയുമ്പോൾ ശരിക്കും റജീമാണ്, അതിന്റെ കൂടെ അലിഫ്ലാം ചേർത്തു. ഉണ്ടോ? അൽ എന്നുള്ളത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ദ, THE, ദ, അല്ലെങ്കിൽ ദ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അതേ സംഭവമാണ് അൽ എന്ന് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുക. അത് ഒന്നുകിൽ അതിന്റെ ഒരു പൊതുവായി പറയുന്നതോ, അല്ലെങ്കിൽ മുഴുവൻ വർഗത്തെ പറയുന്നതോ, അല്ലെങ്കിൽ എന്തായിരിക്കും ആ പ്രത്യേകമായ എന്ന് ചൂണ്ടിക്കാണിക്കാനോ ആയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രത്യേകമായിട്ട് അല്ലെ, റജീം, ആ ശപിക്കപ്പെട്ട, പ്രത്യേകമായിട്ട് എടുത്തു പറയണം. ഇന ഷൈത്താനി റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പിരിച്ചെഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് ആ വേർഡുമായിട്ട് പരിചയമാവാനായിട്ടാണ്. ബാക്കിയൊന്നും നമ്മൾ പിരിക്കുന്നില്ല. കണ്ടോ, ആവുതൊന്നും പിരിക്കുന്നില്ല. ഇതാ പിരിക്കാൻ പറ്റുന്നത് ബില്ലാഹി മിനശ്ശൈത്താനി. റജീമിനെ അൽ പ്ലസ് റജീം ആക്കാം അല്ലെ. അപ്പോ ബില്ലാഹി മിനശ്ശൈത്താനി. എല്ലാവർക്കും ക്ലിയർ ആണോ? ഇത്രയും അർത്ഥം. ഷെയ്ത്താന്റെ ബഹുവചനമാണ് ഷയാത്തീനു. കണ്ടോ, മിൻ 3000 പ്രാവശ്യം ഖുറാനിൽ വന്നിട്ടുണ്ട്. കണ്ടോ? അതുപോലെ ഷെയ്ത്താൻ ഷയാത്തീനു 88 തവണ ഖുറാനിൽ വന്നിട്ടുണ്ട്. ഇത്രയും ഭാഗം എല്ലാവർക്കും ക്ലിയർ ആണോ? അഊദു ബില്ലാഹി മിനശ്ശൈത്താനി റജീം. ഇത് നമ്മൾ ശരിക്കും ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. നമ്മളൊരു യുദ്ധത്തിൽ പടച്ചട്ട എടുത്ത് അണിയും പോലെയാണ് അല്ലെ. ശരിക്കും ഇത് നമ്മൾ ധരിച്ചുകൊണ്ട് അല്ലെ, ഇത് പറഞ്ഞുകൊണ്ട് വേണം ഖുർആൻ പഠനം ആരംഭിക്കാൻ. അൽഹംദുലില്ലാ. എപ്പോ ഖുർആൻ പാരായണം ചെയ്താലും ഇതുകൊണ്ട് ആരംഭിക്കണം എന്നാണ് ഹദീസിൽ നിന്നും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ എന്താണ് ഖുർആനിലൂടെ നമുക്ക് തന്ന കൽപ്പന. ഓക്കെ, അപ്പൊ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അടുത്ത ആയത്തിലേക്ക് പോവാമല്ലോ. ക്ലിയർ ആണോ എല്ലാവർക്കും? കുറച്ച് ആൾക്കാരെ ഹോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അവർക്ക് റിപ്ലൈ കൊടുക്കാട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ എല്ലാവർക്കും? ഒരാളൊന്ന് പറഞ്ഞേ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഒരാൾ മ്യൂട്ട് മാറ്റിയിട്ട് ഒന്ന് പറഞ്ഞേ. ടെക്സ്റ്റ് മെസ്സേജുകളായിട്ട് വരുന്നുണ്ട്. ആണോ? എല്ലാവരും ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? പറയാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞോളേ. റെഡി ആണോ ടീച്ചർ? ആരെങ്കിലും നാണിക്കണ്ട, പറഞ്ഞോളൂ. അതന്നെ കമറു പറഞ്ഞോ. നമ്മള് ഫ്രണ്ട്സ് പോലെ പഠിക്കാൻ കേട്ടോ. ഞാൻ ടീച്ചർ കുട്ടി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ടീച്ചറാണ്, നിങ്ങളെ കുട്ടികൾ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് രസകരമായി പഠിക്കാം. ഓക്കെ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അഊദു ഞാൻ അഭയം തേടുന്നു. ബില്ലാഹി അള്ളാഹുവിനോട്. മിനശ്ശൈത്വാൻ പിശാചിൽ നിന്ന്. റജീം ശപിക്കപ്പെട്ട. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ക്ലിയർ ആണോ എല്ലാവരും? ഓക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ആയയിലേക്ക് പോവാണ്. എന്നിട്ട് അവസാനം എല്ലാവരെ കൊണ്ടും ഒന്നുകൂടെ പറയിപ്പിക്കാം. അടുത്ത ആയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു പറയണല്ലേ, അള്ളാഹുവിന്റെ നാമം കൊണ്ട്. അള്ളാഹുവിന്റെ നാമം എന്താണ്? പരമകാരുണികനും കരുണാനിധിയുമായ. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമം കൊണ്ട്. നിങ്ങൾ കണക്ട് ചെയ്തോ അല്ലെ? ഏത് കാര്യത്തിലാണ് നമ്മൾ ആരംഭിക്കുക അതുമായിട്ട് കണക്ട് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ബിസ്മില്ലാ. അപ്പൊ എന്താണ്? ബി പ്ലസ് ഇസ്മാണ് ബിസ്മില്ലാ.
അത് ഈ സ്ലൈഡിൽ വന്നിട്ടില്ല അല്ലെ. ബി നമുക്ക് പിരിച്ചിട്ട് ബി പ്ലസ് ഇസ്മാണ് ബിസ്മില്ല. അടുത്ത എന്താണ്? അർ റഹ്മാൻ. എന്താണ് റഹ്മാൻ? അധികം കരുണ ചെയ്യുന്നവൻ. റഹീം തുടർച്ചയായി കരുണ ചെയ്യുന്നവൻ. ഓക്കെ, അപ്പൊ ബിസ്മില്ല ബി പ്ലസ് ഇസ്മാണ്. വേറെ സ്ലൈഡിൽ അത് വരുന്നുണ്ടായിരിക്കും കേട്ടോ, താഴോട്ട് നോക്കാവേ. ബി പ്ലസ് ഇസ്മാണ് ബിസ്മി. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ബി പ്ലസ് അള്ളാഹു അല്ലെ, ബി പ്ലസ് അള്ളാഹി ബില്ലാഹി, മിൻ പ്ലസ് ഷെയ്ത്താൻ ഷയാത്തിനി മിന ഷെയ്ത്താനി അല്ലെ, മിന ഷെയ്ത്താനി പറഞ്ഞു. അതുപോലെ അടുത്തത് ബി പ്ലസ് ഇസ്മാണ് ബിസ്മി, നാമത്തിൽ അല്ലെങ്കിൽ നാമം കൊണ്ട് എന്ന് നമുക്ക് പറയാല്ലേ, നാമത്തിൽ. ബി പ്ലസ് ഇസ്മ, ഇസ്മ എന്ന് പറഞ്ഞാൽ നാമം. ഓക്കെ, ഇസ്മിന്റെ ബഹുവചനമാണ് അസ്മാ ഉൻ. കണ്ടോ, ഇസ്മുൻ അസ്മാ ഉൻ. എല്ലാരും കാണുന്നുണ്ടോ? സ്ക്രീൻ ക്ലിയർ ആണല്ലോ? ബിസ്മില്ലാഹി, ഓക്കെ, അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാൻ, പരമകാരുണികൻ അല്ലെ. നമ്മൾ പറഞ്ഞു പരമകാരുണികൻ എന്ന് മലയാളത്തിൽ നമ്മൾ വെറുതെ ചെറുതായിട്ടൊന്ന് പറയുന്നതാണ് അല്ലെ. വലിയ വിശാലമായ അർത്ഥമുള്ളതാണ് അർ റഹ്മാൻ അല്ലെ. കരുണ, ഇത്രമാത്രം കരുണ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ഒന്നുകൂടെ പറയാം റഹ്മാൻ എന്താണ്, റഹീം എന്താണ് അല്ലെ. അപ്പൊ അർ റഹ്മാൻ റഹീം എത്ര പ്രാവശ്യം ആവർത്തിച്ചുന്നുണ്ടോ ഖുർആനില്? 57 തവണ അർ റഹ്മാൻ അർ റഹീം 182 തവണ. അപ്പൊ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാളൊന്ന് പറഞ്ഞേ, മ്യൂട്ട് മാറ്റിട്ടൊന്ന് പറയാമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ അർത്ഥം? ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ. അർ-റഹ്മാൻ പരമകാരുണികൻ, അർ-റഹീം കരുണാനിധി. അപ്പൊ ഈ അർ റഹ്മാൻ അർ റഹീം കാണുന്നുണ്ടല്ലോ, അലിഫ് ലാം കണ്ടോ? അലിഫ് ലാം ചേർത്തിട്ടാണ് അർ റഹ്മാൻ അർ റഹീം, രണ്ടിലും അലിഫ് ലാം അല്ലെ. ആ കാരുണ്യത്തിന്റെ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നതും അല്ലെ. പൊതുവായി എല്ലാ കാരുണ്യവും അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ് കാണിക്കുന്നത് അതിൽ ചേർക്കുമ്പോ കേട്ടോ. അപ്പൊ അൽ പ്ലസ് റഹ്മാൻ ആണ് അർ റഹ്മാൻ, അൽ പ്ലസ് റഹീം അർ റഹീം. ഓക്കെ, ഇത് അള്ളാഹുവിന്റെ നാമത്തിൽ നമ്മൾ എന്താണ്? അള്ളാഹുവിന്റെ നാമത്തിൽ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അടുത്ത എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു കണ്ടോ, അവിടെയും അൽ വന്നു കണ്ടോ. അൽ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായോ? അൽ പ്ലസ് ഹംദു, അൽഹംദു സർവസ്തുതിയും മുഴുവൻ സ്തുതിയും കണ്ടോ. അൽഹംദു ലില്ലാഹി കണ്ടോ, അള്ളാഹുവിനാകുന്നു. അൽഹംദു സ്തുതി, മുഴുവൻ സ്തുതിയും അള്ളാഹുനാകുന്നു. ലില്ലാഹി, ലി പ്ലസ് അള്ളാഹിയാണ് ലില്ലാഹി കണ്ടോ. ലി ഇക്ക് ഇനി വേണ്ടി എന്നാണ്, ലില്ലാഹി അള്ളാഹുവിനാകുന്നു. റബ്ബിൽ ആലമീൻ, റബ്ബ് രക്ഷിതാവ്, എന്താണ്? സംരക്ഷകൻ, വളർത്തുന്നവൻ, യജമാനൻ, പരിപാലകൻ, നമ്മളെ സ്റ്റെപ്പ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരുന്നല്ലേ റബ്ബ്. അൽഹംദുലില്ലാ. അപ്പൊ ആ അള്ളാഹുവിനാണ് സ്തുതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കണ്ടോ. അൽ ആലമീൻ സർവലോകങ്ങളുടെയും, ആലമിന്റെ ബഹുവചനമാണ് ആലമീൻ, സർവലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുനാകുന്നു സർവസ്തുതിയും കണ്ടോ. അൽഹംദു ഖുറാനിൽ 43 തവണ അൽഹംദു വന്നിട്ടുണ്ട്. റബ്ബ് 970 പ്രാവശ്യം ഖുറാനിൽ വന്നിട്ടുണ്ട് കേട്ടോ. അൽഹംദു, നമ്മള് അൽഹംദു, അൽഹംദു സ്തുതിയാണ്, മുഴുവൻ സ്തുതിയും. ലില്ലാഹി, ലി പ്ലസ് അള്ളാഹു ആണ്, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബ് രക്ഷിതാവ്, അൽ ആലമീൻ ലോകങ്ങളുടെ, മുഴുവൻ ലോകങ്ങളുടെ. അപ്പൊ ഈ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ലോകങ്ങളല്ല, കാണാത്ത ലോകങ്ങളുണ്ട് അല്ലെ. ഈവൻ നമ്മുടെ ശരീരത്തിലെ കോശം മുതൽ അല്ലെ, ശരീരത്തിലെ കോശം മുതൽ ഏറ്റവും വലിയ ബഹുകോശ ജീവിയായ അല്ലെ നീലത്തിമിംഗലം വരെ 33 ആനകൾ ചേരുന്ന നീലത്തിമിംഗലമാണ് ഏറ്റവും വലിയ, ലോകത്തിലെ കടലിലെ ഏറ്റവും വലിയ ജീവിയായ അല്ലെ ആ തിമിംഗലം. ആ തിമിംഗലത്തിന്റെ വെയിറ്റ് അറിയാവോ? 3 ടണ്ണാണ്, ടൺ കണക്കിന്. അപ്പം അതിന്റെ വരെ ഇപ്പൊ ബാക്ടീരിയ ആവട്ടെ, ചെറിയ ഏകകോശ ജീവിയാവട്ടെ, ബഹുകോശ ജീവിയാവട്ടെ, നമ്മൾ കാണുന്നതും കാണാത്തതുമായ എല്ലാ ലോകങ്ങളുടെയും അല്ലെ റബ്ബാണ് അല്ലെ. റബ്ബ് എന്ന് പറഞ്ഞാല് വെറുതെ അങ്ങ് സൃഷ്ടിച്ച് വിടല് മാത്രല്ല, അല്ലാഹു
നമ്മളെ സംരക്ഷിക്കുന്നു, വളർത്തുന്നു, ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരുന്നു, അല്ലെ, പരിപാലിക്കുന്നു, അല്ലെ, നമ്മളെ ശരിക്കും പരിപാലിച്ചു കൊണ്ടുപോവുകയാണ്. റബ്ബത്തുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ ഗൃഹനാഥ, വീട്ടിന്റെ യജമാനത്തിൽ നിന്നാണ്. നമ്മളെ വീട്ടിലെ ഗൃഹനാഥ എന്ത് പറയും? അറബിയിലെ റബ്ബത്തുൽ ബൈത്ത് എന്നല്ലേ. അപ്പൊ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരു വീട്ടമ്മ, ഒരു എന്താണ് നമ്മളെ ഒരു ഹൗസ് വൈഫ് എന്ന് പറയാം, അല്ലെ, അവരെന്തൊക്കെയാ ചെയ്യുന്നത്? ഒരു വീട്ടിലെ കാര്യങ്ങളാണ് നോക്കുന്നത്, അല്ലെ. എന്തൊക്കെയുണ്ട് ആ വീട് അടിച്ചു വാരി വൃത്തിയാക്കലും കുട്ടികളെ നോക്കലും എല്ലാ കാര്യങ്ങളും ഒരു വീട്ടമ്മ ചെയ്യുന്നല്ലേ. അത് ഒരു വീടിന്റെ കാര്യമാണ്. അപ്പൊ ലോകങ്ങളുടെ റബ്ബാണ് നമ്മൾ പറയുന്നത്. അൽഹംദുലില്ലാ, അല്ലെ. അല്ലാഹുവിനെ എത്ര സ്തുതിച്ചാൽ നമ്മൾ മതിയാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോ ലോകങ്ങളുടെ രക്ഷിതാവായ. അപ്പൊ ആലം ലോകം, ബഹുവചനം ആലമീൻ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? അൽ ചേർത്തിട്ടാണ് വരുന്നത്. അൽഹംദു ലില്ലാഹി, ലി പ്ലസ് അല്ലാഹു, ലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ ആലം, അല്ലെ, അൽ ആലമീനാണ്. അൽ ആലമീൻ ലോകങ്ങളുടെ, സർവ്വ ലോകങ്ങളുടെയും രക്ഷിതാവ്. ഉണ്ടാവും. ലി എന്ന് പറയുന്നത് ഇക്ക്, ഇന് വേണ്ടി എന്നാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇക്ക്, അല്ലെ. അള്ളാഹുവിന് ആകുന്നു സർവസ്തുതിയും എന്ന് പറയുകയാണ് ഇവിടെ. ഓക്കെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നീട് അള്ളാഹു പറയാണ് അർ റഹ്മാൻ റഹീം, അള്ളാഹു പരമകാരുണികനും കരുണാനിധിയുമാണെന്ന് വീണ്ടും അള്ളാഹു ആവർത്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കണ്ടോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഇത് കാണുന്നുണ്ടോ? ആലമിന്റെ കണ്ടോ, ഐൻ ലാം മീമാണ് അതിന്റെ വേർഡ്. അതിൽ നിന്നാണ് ആലമീൻ. ആലം ലോകം, ആലമീൻ ലോകങ്ങൾ. ഒരാൾ പറഞ്ഞ ആലമിന്റെ ബഹുവചനം എന്താണ്? ആലമീൻ. ആലമീൻ. ഇനി മറക്കോ? ഇനി ആലം എന്ന് പറഞ്ഞാല് ലോകമാണ്, ആലമീൻ ലോകങ്ങളാണ്, അല്ലെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഇനി ഈ പഠിക്കുന്ന വേർഡുകളൊന്നും നമ്മൾ മറക്കൂല. സുബ്ഹാനല്ലാഹ്. ഫാത്തിഹയുടെ പ്രത്യേകത അറിയാം. നമ്മള് ദിവസവും എല്ലാ നമസ്കാരത്തിലും, അല്ലെ, എല്ലാ റക്അത്തിലും പാരായണം ചെയ്യേണ്ടതാണ്. ഖുർആനിലെ ആദ്യമായി പൂർണ്ണമായി അവതരിച്ച സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മൾ ഒരുപാട് അർത്ഥവും അതിന്റെ വിശദീകരണവും അതിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പോകുന്നത് മെയിനായിട്ട് എന്താണ് TPA, നമ്മൾ ഈ പഠിക്കുന്ന ഇതിലെ പ്രത്യേകത, ഈ പഠന പദ്ധതിയുടെ പ്രത്യേകത എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ടോട്ടൽ ഫിസിക്കൽ ഇന്ററാക്ഷൻ. അതായത് ഇതൊരു ചുമ്മാ പഠിക്കുന്ന ഒരു തമാശ ഒരു കാര്യമല്ല, ഇതൊരു സമ്പൂർണ്ണ സിസ്റ്റമാണ് കേട്ടോ. അപ്പൊ ഇത് പഠിക്കുന്നതിന് നമ്മൾ ഒരിക്കലും പിന്നെ ആകട്ടെ എന്ന് വെക്കരുത്. ഇതിലുള്ള മെയിൻ 10 ഗോൾഡൻ സെറ്റ്സ് ആണ്. അതിലെ ആദ്യത്തെ ഗോൾഡൻ സെറ്റാണ് നമ്മൾ പഠിക്കുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ 10 ഈ കാണിച്ചിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് നമ്മൾ പറയുന്നതാണ്, അതായത് പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന 6 സർവനാമങ്ങൾ. അതായത് അറബിക് ഭാഷ, അറബിക് വേർഡ് 3ആയിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുകയാണ്. അതായത് ഒന്ന് നാമങ്ങൾ. എല്ലാവരും ശ്രദ്ധിക്കണേ, ഇതാണ് നമ്മുടെ മെയിൻ പോർഷൻ. ഇതാണ് എന്താണ് നാമം. നാമങ്ങൾ നമുക്കറിയാം, സാധാരണ നമ്മൾ പറയുന്ന പേരുകൾ, സ്ഥലത്തിന്റെയോ സാധനത്തിന്റെയോ വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ ഒരു ആശയത്തിന്റെയോ ഒക്കെ നാമത്തെ, ഒരു പദത്തെ കുറിക്കുന്നതാണ് നാമം. മനസ്സിലായല്ലോ? ഉദാഹരണം ഞാൻ പറയാണ് മുഹമ്മദ് അല്ലെങ്കിൽ അഹമ്മദ്. അഹമ്മദ് വന്നു, അഹമ്മദ് പോയി, അഹമ്മദ് ഇരുന്നു എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ കേൾക്കുമ്പോ ഒരു സുഖമില്ല, അല്ലെ? എന്താ ഈ അഹമ്മദ് അഹമ്മദ് ആവർത്തിച്ച് പറയുന്നത്, അല്ലെ? അഹമ്മദ് വന്നിട്ട് അവൻ പോയി, അവൻ തിന്നു എന്ന് പറഞ്ഞാൽ പോരെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അല്ലെ? അപ്പോ അങ്ങനെ നമ്മള് ഒരു നാമത്തിന് പകരം, ഇപ്പൊ അഹമ്മദിന് പകരം നമ്മൾ അവൻ ഉപയോഗിച്ചു, അതുപോലെ നാമങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന അറബി ഭാഷയെ നിയന്ത്രിക്കുന്ന മെയിൻ 6 ആൾക്കാരാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, റെഡിയാണോ എല്ലാരും? ആദ്യം പഠിക്കാൻ പോകുന്ന സർവനാമങ്ങളാണ്. ഒരു നാമത്തിന് പകരം നിൽക്കുന്ന ആൾക്കാരാണ് സർവനാമങ്ങൾ. ആ സർവനാമങ്ങൾ അറബിക് ഭാഷയെ നിയന്ത്രിക്കുന്നവയാണ്. ഒരു കാറിന്റെ സ്റ്റിയറിംഗ് എന്നതുപോലെ, സ്റ്റിയറിംഗ് ഇല്ലെങ്കിൽ കാർ ഓട്ടിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലെ? അപ്പൊ മെയിൻ കാറിനെ നിയന്ത്രിക്കുന്ന ഘടകം അതാണ്, അല്ലെ? എന്നതുപോലെ നമ്മള് അറബിക് ഭാഷയുടെ സ്റ്റിയറിംഗിലേക്ക് പിടിക്കാൻ പോവുകയാണ്. എല്ലാവരും റെഡിയാണോ? എല്ലാവരും റെഡിയാണ്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പൊ നമ്മള് ആ സ്റ്റിയറിംഗ് പിടിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, ആദ്യം നമ്മൾ എന്താണ്, നമ്മൾ ഈ TPA എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ കണ്ണ്, നമ്മുടെ നാവ്, ഹൃദയം, കൈ ഒക്കെ വർക്ക് ചെയ്യണം. മൊത്തത്തിൽ നമ്മൾ
മൊത്തം ഇതെല്ലാം കൂടെ എൻഗേജ്ഡ് ആക്കിക്കൊണ്ടുള്ള ഒരു പഠനമാണ്. നമ്മളൊരു വസ്തുവിനെ കാണിച്ച് പഠിപ്പിക്കുന്നതും ഒരു വെറുതെ പറയുന്നതും ഒരു പിക്ചർ കാണിച്ച് പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയുന്നതും അല്ലെ അത് എഴുതി കാണിക്കുന്നതും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ് അല്ലെ. പറയുന്നതിനെ അപേക്ഷിച്ച് നമ്മൾ അത് കാണിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും അല്ലെങ്കിൽ ഒരു മണം, ഒരു ഓറഞ്ച് പറഞ്ഞ അതിന്റെ മണം നമ്മൾ ആസ്വദിക്കുന്നതും ഒക്കെ പിന്നെ നമ്മൾ മറക്കൂല അല്ലെ. എന്നതുപോലെയാണ് ഈ TPA സിസ്റ്റം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഈ പഠിക്കുന്ന സിസ്റ്റം ഒന്നും നിങ്ങൾ മറക്കൂല. അതിലൂടെ പഠിക്കുന്നതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന TPAയിലൂടെ പഠിക്കുന്ന 6 സർവനാമങ്ങളാണ്. അതിലെന്ത് ചെയ്യണം? നമ്മുടെ വലത് കൈ പിക്ചറിൽ കാണുന്നുണ്ടോ? നമ്മുടെ വലത് കൈ വലതുവശത്തേക്ക് ഒരു വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മൾ പറയുക ഹുവ. ഓക്കെ, ഹുവ അവൻ. ഒരു വിരൽ ചൂണ്ടിയപ്പോ നമ്മൾ പറയണ അപ്പുറത്തെ ഒരാൾ ഒരുവൻ നിൽക്കുകയാണ് അല്ലെ. എങ്ങനെ ചൂണ്ടിക്കൊണ്ട് നമ്മൾ പറയണ അവൻ, ഹുവ അവൻ, ഹുവ അവൻ. എന്നിട്ട് 4 വിരൽ ചൂണ്ടിക്കൊണ്ട് അതേ വശത്ത് പറയാണ് ഹും അവർ. ഓക്കെ, ഹും അവർ. എല്ലാരും ഒന്നുകൂടെ പറഞ്ഞേ, ഹുവ അവൻ, ഹും അവർ. അവൻ അവർ. ഓക്കെ ആണല്ലോ. ഹുവ അവൻ, ഹും അവർ. ഒന്നുകൂടെ പറഞ്ഞേ എല്ലാവരും. ഇപ്പൊ മ്യൂട്ട് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പറയണം. ഹുവ അവൻ, ഹും അവർ. ഓക്കെ, ഇത് ആവർത്തിച്ച് പറയും. നിങ്ങൾ ബ്രെയിനിൽ അത് എന്താണ് ക്ലസ്റ്റർ ഫോം ചെയ്ത് അടുക്കി പറയിപ്പിക്കുന്നതിനാണ്. ഹുവ അവൻ, ഹും അവർ. നിങ്ങൾ എല്ലാരും കൈകാട്ടി തന്നെ പറയണം ഈ പിക്ചറിൽ കാണും പോലെ. റെഡി? അടുത്തത് കൈ മുന്നിലേക്ക് ചൂണ്ടിയിട്ട് ഒരു വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുക അൻത നീ. എല്ലാരും പറഞ്ഞേ അൻത നീ, അൻതും നിങ്ങൾ, അൻതും നിങ്ങൾ. 4 വിരൽ ചൂണ്ടിക്കൊണ്ട് അൻതും നിങ്ങൾ. ഓക്കെ, അൻത നീ, അൻതും നിങ്ങൾ, അൻത നീ, അൻതും നിങ്ങൾ. കൈ ചൂണ്ടിക്കൊണ്ട് തന്നെ പറയുക. നിങ്ങൾ ശബ്ദം ഉണ്ടാക്കി തന്നെ പറയുക. ഇതൊക്കെ നിങ്ങളുടെ പഠനത്തെ വളരെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. എല്ലാവരും മ്യൂട്ട് മാറ്റാൻ പറ്റിയില്ലെങ്കിലും എല്ലാവരും അത് പറയുക. ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ. ഓക്കെ, നിങ്ങൾ. ക്ലിയർ ആണല്ലോ? ഈ 4ഉം ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നുകൂടെ. ഹുവ അവൻ, അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ. മാഷാഅല്ലാഹ്. ക്ലിയർ ആയല്ലോ 4ഉം? അറബി ഇല്ലാതെ മലയാളം മാത്രം ഒന്ന് പറഞ്ഞേ. ഹുവ ഹും അൻത അൻതും. കൈ കാട്ടിക്കൊണ്ടും ഒപ്പം TPA. ഓക്കെ, നിങ്ങള് ഓട്ടോമാറ്റിക് കൈ വർക്ക് ചെയ്യുകയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും 4എണ്ണമായി. നെക്സ്റ്റ് സ്വന്തം നെഞ്ചിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഒരു വിരൽ ചൂണ്ടി പറയുക അന ഞാൻ, അന ഞാൻ, അന ഞാൻ. ഓക്കെ, എല്ലാരും പറഞ്ഞേ അന ഞാൻ. സ്വന്തം നെഞ്ചിലേക്ക് ഒരു വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുക അന ഞാൻ. ഇനി 4 വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുക നഹ്നു ഞങ്ങൾ, നഹ്നു ഞങ്ങൾ. ക്ലിയർ ആണോ? കാണുന്നുണ്ടോ എല്ലാരും? അന ഞാൻ, നഹ്നു ഞങ്ങൾ. ക്ലിയർ ആണോ? അന ഞാൻ, നഹ്നു ഞങ്ങൾ. കണ്ടോ? ഇപ്പൊ നമ്മൾ ഇതിലൂടെ പഠിച്ചത് 1295 പ്രാവശ്യം ആവർത്തിച്ച് വരുന്ന 8.5 പേജോളം വരുന്ന വേർഡ്സ് ആണ് നമ്മൾ ഖുറാനിലെ കവർ ചെയ്തത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞേ അന ഞാൻ, നഹ്നു ഞങ്ങൾ. ഒന്നുകൂടെ പറഞ്ഞേ അന ഞാൻ, ഞങ്ങൾ. ഓക്കെ, അപ്പൊ പറഞ്ഞേ ഹുവ അവൻ, ഹും അവർ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. ക്ലിയർ ആണോ? എല്ലാരും പറഞ്ഞേ. എല്ലാരും വന്നേ കുട്ടികളെ. എല്ലാരും റെഡിയാണോ? ക്ലിയർ ആണോ? എവിടെയെങ്കിലും തട്ടി ഉടയ്ക്കൊന്നും നിൽപ്പില്ലല്ലോ അല്ലെ? ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോ ഇത്രയും ഒരു പഠന പദ്ധതിയിലൂടെ നോക്കിയേ അല്ലെ, ഇത്രയും വാക്കുകൾ നമ്മൾ കരസ്ഥമാക്കി അല്ലെ.
ഇനി നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ നിങ്ങൾ അതിശയിക്കും, യാ അല്ലാ അൽഹംദുലില്ലാ എന്ത് രസമാണ് റബ്ബേ, എന്ത് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അപ്പൊ ഇതുപോലെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾ ഇനിയും ഇതുപോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ആരും വിട്ടുപോകരുത്, മടിച്ചു കളയരുത്. ഇതെന്ന് തന്നെ നിങ്ങൾ നോട്ട്സ് ഒക്കെ എഴുതുക, നിങ്ങൾക്ക് നോട്ട് തരും. എല്ലാവരും ആവതും ബിസ്മി പറഞ്ഞ് നല്ല സന്തോഷമായിട്ട് നല്ല കുട്ടികളായിട്ട് നോട്ട് എഴുതുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? കണ്ടോ, നമ്മൾ ഇത്രയും പഠിച്ചപ്പോ ഖുറാനിലാകെ 77,500 വേർഡ്സ് ആണ് ഉള്ളത്. പക്ഷെ നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ 8,506 വാക്കുകൾ പഠിച്ചു. കണ്ടോ, ഫാത്തിഹയുടെ ഒരു യൂണിറ്റേ ആയിട്ടുള്ളൂ അല്ലെ, ഫാത്തിഹ കംപ്ലീറ്റ് പോലും ആയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എല്ലാരും പറഞ്ഞേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പൊ ഒന്നുകൂടെ എല്ലാരും ഇത് പറഞ്ഞേ. അറബി മലയാളം ചേർത്ത് പറയുക, പിന്നെ അറബി മലയാളം ഇല്ലാതെ പറയുക. ആദ്യം ഒന്ന് പറഞ്ഞേ, ഹുവ അവൻ, ഹും അവർ, അൻതും നിങ്ങൾ, അനാ ഞാൻ, നഹ്നു ഞങ്ങൾ. ഒന്നുകൂടെ പറഞ്ഞേ എല്ലാരും ഒന്നുകൂടെ പറഞ്ഞേ. ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അനാ ഞാൻ, നഹ്നു ഞങ്ങൾ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ത്വയ്ബ. ബാക്കി എല്ലാരും കൂടെ പറയുന്നുണ്ടോ? മ്യൂട്ട് മാറ്റിയാൽ ആകെ ബഹളായിപ്പോ, അതുകൊണ്ടാണ് കേട്ടോ. ആർക്കും എന്താണ് എല്ലാരും പറയുന്നുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പൊ എല്ലാരും ഹാപ്പി ആണോ? ഇത്രയും പഠിച്ചില്ലേ? ഒരാളൂടെ ഒന്ന് പറഞ്ഞേ, വേറൊരാളൂടെ പറഞ്ഞേ. ഹുവ അവൻ, നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. ഇനി മലയാളം ഇല്ലാതെ അറബി മാത്രം പറഞ്ഞേ. ഹുവ, അൻത, അൻതും, അന, നഹ്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഇനി ഒരാളൂടെ പറഞ്ഞേ. ഹുവ ഹും, അൻത അൻതും, അന നഹ്നു. മാഷാ അല്ലാഹ്. ഇനി ഒരാളൂടെ പറഞ്ഞേ അർത്ഥത്തോടു കൂടി. ഹുവ അവൻ, ഹും അവൻ, അൻത നീ, നിങ്ങൾ അല്ല ഞാൻ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. ഇനി മലയാളം വിട്ടിട്ട് അറബി മാത്രം ഒന്ന് പറഞ്ഞേ. ആ പറഞ്ഞ ആള് തന്നെ. ഹുവ ഹും അൻത അൻതും, അന നഹ്നു. നഹ്നു. ഒന്നുകൂടെ സ്പീഡി പറഞ്ഞേ. ആ പറഞ്ഞ ആള് തന്നെ. ഹുവ ഹും, അങ്ങനെ ഒന്നുകൂടെ. ഹുവ ഹും അൻത അൻതും, അന നഹ്നു. നഹ്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഇനി ഒരാളൂടെ പറഞ്ഞേ. ഹുവ ഹും, അൻത അൻതും, അന നഹ്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പൊ ഇപ്പൊ പറയുമ്പോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നിങ്ങൾ കഴിച്ചെങ്കിൽ നിങ്ങൾക്ക് വരെയാണല്ലേ. ഹുവ എന്ന് പറയുമ്പോ നമുക്ക് അവൻ എന്ന് നിങ്ങൾക്ക് മനസ്സിൽ അത് വരെയാണല്ലേ, ആ പിക്ചർ ഇല്ലേ? ആണോ? അതെ അതെ, വരുന്നുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഒന്ന് അർത്ഥം പറഞ്ഞേ, കാണാതെ പറയാൻ പറ്റുമോ നോക്കിയേ. ഞാൻ ശരണം തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടുത്തൊരാൾ പറഞ്ഞേ. കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു എന്താ അർത്ഥം? സ്തുതി മുഴുവൻ. സ്തുതി മുഴുവൻ അല്ലെ. അൽഹംദുലില്ലാഹി റബ്ബിൽ. ലില്ലാഹി എന്താണ്? ലില്ലാഹി അള്ളാഹുവിനാകുന്നു. റബ്ബിൽ ആലമീൻ എന്താണ്? റബ്ബ് ലോകങ്ങളുടെ രക്ഷിതാവായ. അല്ലെ. റബ്ബ് മീൻസ് രക്ഷിതാവ് അല്ലെ, സംരക്ഷകൻ, സൃഷ്ടാവ്, സംരക്ഷകൻ, വളർത്തുന്നവൻ, യജമാനൻ, അങ്ങനെ ധാരാളം അർത്ഥം റബ്ബിനുണ്ട് കേട്ടോ. അപ്പൊ എന്തിന്റെ റബ്ബാണ്? അൽ ആലമീൻ അല്ലെ. ഓക്കെ, അപ്പൊ ആലമിന്റെ ബഹുവചനമാണ് ഓക്കെ. ഷൈത്താന്റെ ബഹുവചനം ഷയാത്തീനു. ഷയാത്തീനു. ഓക്കെ, ഷയാത്തീനു. ഓക്കെ, അടുത്ത ഇസ്മിന്റെ ബഹുവചനം അസ്മാഉൻ അല്ലെ. അസ്മാഉൻ ഇസ്മുൻ. അസ്മാഉൻ ഇസ്മു എന്ന് പറഞ്ഞാൽ എന്താണ്? നാമം അല്ലെ. നാമം അല്ലെ. നമ്മൾ അള്ളാഹുവിന്റെ നാമത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെ.
സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് എല്ലാവർക്കും അറിയാം. ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമേ ഇല്ല അല്ലെ. ബിസ്മില്ലാ ഇല്ലാത്ത ഒരു കാര്യവും നമുക്കില്ല അല്ലെ. കാരണം എന്താ? എല്ലാത്തിന്റെ ഉടമസ്ഥൻ റബ്ബാണ് അല്ലെ. എല്ലാത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹു ആണ്. നമ്മൾ വെറുതെ ഇവിടെ വാടകക്കാരായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. ഭൂമിയില് അള്ളാഹുവിനുള്ളതാണ് എല്ലാം അല്ലെ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്താ പറയുന്നത്? അള്ളാഹുവിനുള്ളതാണ് എല്ലാം അല്ലെ. നമ്മളെല്ലാം അള്ളാഹുവിനുള്ളതാണ് അല്ലെ. എന്തെങ്കിലും നമ്മുടേതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നമുക്കിവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യം തന്നു എന്നേ ഉള്ളൂ അല്ലെ. എല്ലാ കാര്യങ്ങളും ഭൂമിയില് എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റാക്കി തന്നിരിക്കുകയാണ് അല്ലെ. എന്നിട്ടാണ് നമ്മള് അള്ളാഹുവിന് മക്കളുണ്ടെന്നും അല്ലെ അള്ളാഹുവിന് വേണ്ടാത്ത എല്ലാം നമ്മൾ ചാർത്തി കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അള്ളാഹുവിന് നന്ദി കെട്ടവരായി നന്ദികേട് കാണിക്കുന്നവരാകരുത് അല്ലെ. ഫദ്കുറൂനി അദ്കുറുക്കും ഫഷ്കുറുലി വലാ തക്ഫുറൂൻ. നിങ്ങള് നന്ദിയുള്ളവരാകണം അല്ലെ. നമ്മൾ നന്ദി കെട്ടവരാകരുത്. കാരണം അള്ളാഹുവാണ് എല്ലാത്തിന്റെ ഉടമസ്ഥൻ. അതുകൊണ്ടാണ് നമ്മള് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങിയിട്ട് നമ്മൾ എന്ത് പറയും? ബിസ്മില്ലാ കൊണ്ട് തന്നെ തുടങ്ങണം. കാരണം അത് അള്ളാഹുവിനോടുള്ള നന്ദിയാണ് അല്ലെ. അള്ളാഹുവിനോടുള്ള റെസ്പെക്റ്റ് ആണ്, ആദരവാണ്, ബഹുമാനമാണ്, സ്നേഹമാണ് അല്ലെ. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കലാണ് ആ കാര്യത്തില്. അപ്പൊ എന്തുണ്ടാവും? നമുക്ക് അള്ളാഹുവിന്റെ ബറക്ക, നന്മ എന്താണ്? അതില് വർധനവുണ്ടാകും. ആ കാര്യത്തില് ധാരാളം വർധനവുണ്ടാകും. നമ്മൾ കാണുന്നതും കാണാത്തതുമായ അനുഗ്രഹങ്ങൾ അള്ളാഹു ഇറക്കിത്തരും അല്ലെ. ബിസ്മില്ലാ കൊണ്ട് കണക്ട് ചെയ്യുക. പിന്നെ എല്ലാ നന്മയായ സന്തോഷം എന്ത് നമുക്ക് കിട്ടിയാലും അൽഹംദുലില്ലാ അല്ലെ. സർവസ്തുതിയും അള്ളാഹുവിനാണ് നമ്മൾ പറയും. കാരണം എന്താണ്? അൽഹംദുലില്ലാ തംലഉൽ മീസാന, തുലാസ് നിറയ്ക്കും അല്ലെ. തുലാസിനെ നിറയ്ക്കുന്നതാണ് അല്ലെ. അൽഹംദുലില്ലാ എന്നുള്ള വാക്ക് ആകാശഭൂമികളൊക്കെ നിറയ്ക്കുന്ന ഒരു വാക്കാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എപ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കും ഏത് നന്മയ്ക്കും നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പക്ഷെ നമ്മൾ ഒരു വെറുപ്പുള്ള ഒരു കാര്യമാണ് വന്നാൽ നമ്മൾ എന്ത് പറയും? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അല്ലെ. ഏതവസ്ഥയിലും അള്ളാഹുവിനാകുന്ന സ്തുതി. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന വേർഡുകളൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ ദുആക്കളും കാര്യങ്ങളും പറയുമ്പോൾ അതങ്ങ് ബൈഹാർട്ട് ആവും അല്ലെ. സെറ്റ് ആവും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ ഇത്രയും പഠിച്ച കാര്യങ്ങള് ക്ലിയർ ആണല്ലോ. കണ്ടോ? ബിസ്മില്ല ബി കൊണ്ട് ഇൽ എന്നൊക്കെ ഉപയോഗിക്കും. ലി ലില്ലാഹി ഇക്ക് ഇന് വേണ്ടി. കണ്ടോ? ലില്ലാഹി. അതുപോലെ മിന ഷൈത്വാനി മിൻ നിന്നാണ്. കണ്ടോ? നിന്ന് മിൻ നിന്ന്. ഇതിപ്പോ എഴുതിയെടുക്കണ്ട. നോട്ട്സ് നമ്മൾ ഗ്രൂപ്പിൽ തരും. അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ പുതിയൊരു നോട്ട് എടുക്കുക, പേന എടുക്കുക. അൽഹംദുലില്ലാഹ്, സന്തോഷായിട്ട് ഇതെല്ലാം അല്ലെ അള്ളാഹുവിന്റെ നാമത്തിൽ പുതിയൊരു ജേണി, പുതിയൊരു യാത്ര നമ്മൾ തുടങ്ങുകയാണ് അല്ലെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈ യാത്ര പൂർത്തിയാക്കി തരട്ടെ. സന്തോഷമായിട്ട് പഠിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിതത്തിൽ അത് ഖുർആൻ യഥാവിധി ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും അല്ലെ നമ്മളെ കുടുംബത്തിനും എല്ലാവർക്കും ഉമ്മത്ത് മുസ്ലിമീങ്ങൾക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ കിട്ടിയ ഈ ഒരു കാര്യം നിങ്ങളിപ്പോ ഇന്ന് എന്താണോ പഠിച്ചത് നിങ്ങൾ ആരെങ്കിലുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പൊ തന്നെ അങ്ങ് തറവാവും. നിങ്ങൾ വീട്ടിലുള്ളവരുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുക. എല്ലാവരും നിങ്ങൾ പഠിക്കാനുള്ള എളുപ്പമാർഗം നിങ്ങൾ തമ്മിൽ അതൊന്ന് ഡിസ്കസ് ചെയ്യുക. അതങ്ങ് കോൺക്രീറ്റ് ആയിട്ട് മാറും. പഠിച്ചതങ്ങ് സിമന്റ് നമ്മൾ കോൺക്രീറ്റ് എന്താ ചെയ്യണം? കോൺക്രീറ്റ് ഉറപ്പിക്കില്ലേ? അതുപോലെ അങ്ങാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പൊ ഇതാണ് ഏറ്റവും നല്ല മാർഗം. നിങ്ങൾ തമ്മിൽ അത് പറയുക. ഒരു പ്രാവശ്യം എഴുതുക, നോട്ടിൽ എഴുതുക. സുബ്ഹാനല്ലാഹ്, അതങ്ങ് സെറ്റായി. പിന്നെ നിങ്ങൾ എന്താണ് ദിവസവും അത് ആ പഠിച്ച ഹുവാഹും അൻത അൻതും അനാ നഹ്നു ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും മനസ്സിലായി എന്ന്. തമിഴ് ഖുറാനാണ് ഇടുന്നേ. എന്താണ് തമിഴ് ഖുറാനാണ് ഇടുന്നേ. കേട്ടൂടാ, എന്താ ക്ലിയർ ആയില്ല. നോട്ട്സ് ഇടുന്നത് തമിഴ് ഖുറാനല്ലേ? മിഷ്കാത്ത് അണ്ടർസ്റ്റാൻഡ് ഖുറാൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലിടാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, മിഷ്കാത്ത് അണ്ടർസ്റ്റാൻഡ് ഖുറാനിലിടാം കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇന്ന് പഠിച്ച വാക്കുകൾ നമ്മൾ നോക്കിയാ ഇതാ ഈ ഒരു ഫസ്റ്റ്, അതായത് സൂറത്തുൽ ബഖറയിലെ ഈ ഒരു പേജ് എടുത്താൽ നമ്മൾ അങ്ങനെയാ പഠിക്കുന്നത് കേട്ടോ. നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഖുറാനിലെ പേജ് ഓരോ പേജിൽ അരഭാഗം എടുത്തിട്ട് എത്ര വാക്ക് നമ്മൾ ഇതിൽ പഠിച്ചു എന്ന് ഇതാ ഈ കാണുന്ന പച്ചകൾ കണ്ടോ, എല്ലാരും കാണുന്നുണ്ടോ? മിൻ, ഇതൊക്കെ നമ്മൾ പഠിച്ച വാക്കുകളാണ് അല്ലെ. മിൻ നിങ്ങൾ കാണും പറയാം എന്താണ് മിൻ? നമ്മൾ പഠിച്ചല്ലേ മിന ഷൈത്വാനി മിൻ. അപ്പൊ നിന്ന് അല്ലെ. അപ്പൊ അർത്ഥം നമ്മൾ കണക്ട് ചെയ്ത് പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ മനസ്സിലാക്കും. പക്ഷെ ഇപ്പൊ മിൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിച്ച വാക്കാണ്. നിന്ന്. ഹും അറിയാം, എന്താ ഹും? അവർ അല്ലെ. ഹും അവർ. ഇനി നമ്മൾ മറക്കേ ഇല്ല
ഇൻഷാ അല്ലാ ജീവിതത്തില് ഇനി ഹും മറക്കത്തില്ല അല്ലെ. അടുത്തത് മിൻ വന്നുണ്ടോ? മിൻ റബ്ബിയും മിൻ ഉണ്ടോ? നിന്നും അല്ലെ. ഹും പിന്നെയും വന്നിട്ടുണ്ട്, ഹുമുൽ മുഫ്ലിഹൂൻ. ഹും അവിടെ പിന്നെയും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ അര പേജിൽ മിന്നി മിന്നി പച്ച കളറായല്ലേ, 4 ഇനി അടുത്ത ആഴ്ച ആകുമ്പോ കൂടുതൽ പച്ചകൾ തെളിയും. ഓരോ പേജിലും കൂടുതൽ എണ്ണം നമ്മള് പരിചയമായിട്ട് വരും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കാര്യം നമ്മൾ ഏതൊരു കാര്യമാണോ നമ്മൾ പഠിക്കുന്നത് അത് ആവർത്തിക്കുമ്പോ, അത് പതിവാക്കുമ്പോ അത് നമുക്ക് ശീലമായി മാറും. ആ ശീലം പിന്നെ നമ്മുടെ സ്വഭാവമായി മാറും. അപ്പം ആവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും വലിയ മരുന്ന് അല്ലെ. ആവർത്തിക്കുമ്പോൾ ബ്രെയിൻ അത് പരിചയമായി. ബ്രെയിന് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, കാര്യം സിമ്പിളായി. അപ്പൊ പരിചയപ്പെടുത്തി കൊടുക്കുക നമ്മുടെ ബ്രെയിനിന്. ക്ലിയർ ആണോ? അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം. ഹുവാഹും അൻത അൻതും അന. പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കൈകാട്ടി നിങ്ങൾ പറയുക. ജസ്റ്റ് നിങ്ങൾ കൂട്ടുകാരോടോ വീട്ടുകാരോടോ ഒക്കെ ഒന്ന് ചർച്ച ചെയ്യുക. അതങ്ങ് തറവാകും. ഓ നിന്ന് മിന്ന് പറയുമ്പോ അർത്ഥം എന്താണ്? മിനശ്ശൈത്താൻ. ഉടനെ ഓർക്കുക, മിനശ്ശൈത്താനി. അപ്പൊ ആ അവിടെ ഫത്തഹായത് അത് പിന്നെ നമ്മൾ പഠിക്കുക എന്തുകൊണ്ടാ ഫത്തഹായത്. പക്ഷെ ബേസിക് അത് മിന്നാണ്. മിൻ. ഓക്കെ, മിൻ കബലിക്ക് അവിടെ മിൻ ഷെയ്ത്താനിന് മിനശ്ശൈത്താനായിട്ട് മാറുന്നത്. ഓക്കെ, ആക്ച്വലി മിന്നാണത്. ഓക്കെ, മിന്നാണ്. മിന എന്ന് നമ്മൾ കൂട്ടി ചേർത്ത് എഴുതുമ്പോൾ സുക്കൂൻ മാറ്റി ഫതഹാക്കുന്നതാണ്. അതൊരു ഗ്രാമാറ്റിക്കലായിട്ട് അത് നമ്മൾ എഴുതുമ്പോൾ നിയമമാണ്. അത് വഴിയെ പറഞ്ഞുതരാം എന്താണ്. ഓക്കെ, തൊട്ടടുത്ത് 2 ഇൽത്തിഖാ സാക്കിനൈൻ. അതൊക്കെ ഇപ്പോഴേ പറഞ്ഞ് നിങ്ങൾ ആകെ ഞെട്ടിപ്പോ, അതുകൊണ്ടാണ് അതൊന്നും പറയാത്തത്. അടുത്തടുത്ത് സുക്കൂന് വരുമ്പോ ഒന്ന് പൊഴിഞ്ഞിട്ട് അത് ഫതഹാകുന്നതാണ്. പക്ഷെ അർത്ഥം നിന്നാണ്. മിൻ നിന്ന്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ടീച്ചർ, ക്ലിയർ ആയി. ഓക്കെ, അപ്പോ നാം ഇന്ന് എന്താണ് പഠിച്ചതെന്നുള്ളത് നോക്കിയേ. 1295 പ്രാവശ്യം വന്നിട്ടുള്ള താഴെ കാണുന്ന 6 പദങ്ങളാണ് സുബ്ഹാനല്ലാഹ് നമ്മൾ പഠിച്ചത്. നമ്മുടെ തലച്ചോറ് ഹുവാഹും അൻത അൻതും അനാ നഹ്നു. അനാ നഹ്നു. അന പറയുമ്പോ നമ്മളെ നെഞ്ചിലേക്ക് അല്ലെ. അന നമ്മൾ ഇത് വെച്ച് കണക്ട് ചെയ്തൊക്കെ അനാ ഞാൻ, നഹ്നു ഞങ്ങൾ. കണ്ടോ പൂക്കൾ വിരിയുന്നുണ്ടോ? ഇതുപോലെ നമ്മുടെ ഖുർആൻ പഠനവും ഇങ്ങനെ മൊട്ടിട്ട് ഇങ്ങനെ വിരിഞ്ഞ് വരും ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ വെള്ളവും വളവും ഒക്കെ കൊടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇനി നമുക്ക് ഖുർആൻ വായിക്കുമ്പോഴൊക്കെ ഇനി മനസ്സിലാക്കി മാത്രം തന്നെ വായിക്കും എന്നൊരു നിർബന്ധ ബുദ്ധി വെക്കുക അല്ലെ. അന്ധമായിട്ട് വെറുതെ വായിക്കാതെ അർത്ഥം അത്, അതായത് വെറുതെ വായിക്കുമ്പോൾ പ്രതിഫലം തന്നെയാണ്. പക്ഷേ അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്യുന്നതിന് 700 മടങ്ങ് അല്ലെ, അതിലധികവുമാണ്. കൈകെട്ടി നമ്മൾ നമസ്കാരത്തിൽ കൈകെട്ടി നിൽക്കുമ്പോ നമുക്കൊരു ആയത്ത് ഓതി കരയാൻ പറ്റണമെങ്കിൽ അതിന്റെ അർത്ഥം അറിയണം അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മൾ ഇനി അർത്ഥം അറിഞ്ഞ് തന്നെ നമസ്കാരത്തിലൊക്കെ ഓതി അള്ളാഹുമായിട്ട് എന്താണ് ശരിക്കും ഒരു മുനാജാത്ത് അല്ലെ, ഒരു സംഭാഷണം തന്നെ നമ്മൾ അള്ളാഹുമായിട്ട് നടത്തും ഇൻഷാ അല്ലാഹ്. ഫാത്തിഹ പഠിച്ചു കഴിയുമ്പോ ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് അത് പറ്റും, കഴിയും കേട്ടോ. കഴിയും, നമ്മൾ ചെയ്യും എന്നൊരു നിയത്ത് വെക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഓരോ യൂണിറ്റിലൂടെ നമുക്കത് ഹൃദ്യസ്ഥമാക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ഒത്തുകൂടൽ അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾ ദയവായി എന്നും പ്രാർത്ഥിക്കുക. ദുആയിൽ എന്താണ് പറയേണ്ടത്? അള്ളാഹുവേ എനിക്ക് പഠിക്കണം റബ്ബേ, എനിക്ക് റബ്ബേ, എനിക്ക് നന്നായിട്ട് ഖുർആൻ ഓതി എനിക്ക് അർത്ഥം സ്വയം മനസ്സിലാക്കുന്ന ആ ഒരു ലെവലിൽ എന്നെ എത്തിക്കണേ റബ്ബേ എന്ന് നമ്മള് അള്ളാഹുവിനോട് കെഞ്ചിക്കൊണ്ടേയിരിക്കുക. നമ്മള് മക്കള് വാപ്പാടുത്ത് ഉമ്മാടുത്തൊക്കെ കെഞ്ചൂലേ കരഞ്ഞ്, അതുപോലെ അള്ളാഹുവിന്റെ അടുത്ത് കൊച്ചു കുട്ടികളെ പോലെ നമ്മൾ കരഞ്ഞുകൊണ്ടേ തേടിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുക, ഉറപ്പാണ്. റബ്ബ് കാരുണ്യവാനാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മുടെ പഠനം ഇന്നത്തത് ഇത്രയും ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടലിനെ, ഈ ഇരുത്തത്തെ സ്വാലിഹായ ഒരു അമലാക്കി പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ക്ലാസ്സിന് എപ്പോഴാ ടീച്ചറെ? അടുത്ത ബുധനാഴ്ച ഇൻഷാ അല്ലാഹ് 2:30 തൊട്ട് 3:30 ഇതേ ടൈം ആയിരിക്കും. എന്താണ്, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡൗട്ട് ഉണ്ടോ? അസിന ടീച്ചറെ? സ്റ്റോപ്പ് ചെയ്യാൻ എന്താണ് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ദുആ പറഞ്ഞ് നമുക്ക് പിരിയാം, വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمنا كما ربياني صغيرا اللهم إنا نسألك الجنة اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن عين لا تدمع ومن نفس لا تشبع ومن دعاء لا يستجاب لها اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا واجتنابه ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وأقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين واستغفره إنه هو الغفور الرحيم وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته جزاك الله خير جزاك الله خير. آمين وإياكم آمين وإياكم ഈ റെക്കോർഡിംഗിലിടുവോ ഗ്രൂപ്പിലിടുമോ